നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അമ്മേ, ഒരു പെൺകുട്ടിയുടെ ഭാവി അത് മാത്രമേ നോക്കിയുള്ളൂ. കല്യാണം കഴിഞ്ഞാലും അവൻ അവന്റെ തനി സ്വഭാവം പുറത്തെടുക്കില്ലെന്ന് ആര് കണ്ടു? നിന്റെ അനിയത്തെ ചതിച്ച് അവനെ പിടിച്ച് ജയിലിൽ അടക്കിയായിരുന്നു വേണ്ടത്. അത്രയ്ക്ക് വലിയ ദ്രോഹം അവൻ ചെയ്തത്. അമ്മേ, എല്ലാം ഏകദേശം തീരുമാനിച്ച അവസ്ഥയിലാ. ഇനി അമ്മയായിട്ടൊന്നും പറയാനാണെങ്കിലേ എനിക്ക് ഒരുപാടുണ്ട്. പക്ഷേ ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒന്നും നിങ്ങൾക്കാർക്കും ഇപ്പൊ മനസ്സിലാവില്ല. പണിക്കര് നോക്കി തന്ന മുഹൂർത്തോ? ഇത് പെണ്ണിന്റെ വീട്ടുകാരെ ഏൽപ്പിക്കണം. അതാണ് പോലും നാട്ടു നടപ്പ്. എനിക്കിനി ഇതും പൊക്കിപ്പിടിച്ച് നിന്റെ വീട്ടിൽ ചെന്ന് കയറാനൊന്നും വയ്യ. പെൺവീട്ടുകാരിൽ ഒരുത്തി ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ അങ്ങ് കൊടുത്തിരുന്നാ മതി. ഇപ്പൊ നീ ചിന്തിച്ചെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ ഇനി ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു കഥയും ഇല്ലാത്ത കാര്യം അസുണ്ട. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചു. നിന്റെ അനിയത്തിക്ക് ഈ കുടുംബത്തിന്റെ മരുമകൾ എന്ന സ്ഥാനം നേടിക്കൊടുക്കാൻ ഞാനായിട്ട് മുൻകൈ എടുത്തു കഴിഞ്ഞു. അതവള് ഒട്ടും അർഹിക്കുന്നില്ലെങ്കിൽ തന്നെയും. അർഹത എന്ന വാക്ക് മറ്റാര് പറഞ്ഞാലും നിങ്ങൾ പറയരുത്. അത് ഉച്ചരിക്കാനുള്ള അർഹത പോലും നിങ്ങൾക്കില്ല. ഈ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരുമല്ല. നിങ്ങളുടെ തനി നിറം എന്താണെന്നും അതെത്ര വൃത്തികെട്ടതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. കിരീട അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ ചെയ്ത ക്രൂരതയും അത് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത തരംതാണ പ്രവൃത്തികളും എല്ലാം മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം പോലും നിന്റെ വായിന്ന് വീഴരുത്. എന്റെ പൂർവ്വകാലം എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് നീ ചെയ്യേണ്ട. അതെല്ലാം പിന്നിൽ കുഴിച്ചുമൂടി എത്തേണ്ട അടുത്ത് ഞാനും മക്കളും എത്തിക്കഴിഞ്ഞു. മുന്നോട്ടുള്ള ജീവിതം മാത്രമേ ഇനി എനിക്ക് ലക്ഷ്യമുള്ളൂ. അത് വീണ്ടും കൈവിട്ടു പോവാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും, എന്തും. ഇന്നലെ രാത്രി നിന്നോട് പറഞ്ഞ എന്നെ എനിക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളൂ. ആവശ്യം ഇപ്പോ നിന്റേത് കൂടിയാ. എന്റെയും എന്റെ മക്കളുടെയും ജീവിതം നന്നായാലേ നിന്റെ അനിയത്തിക്കൊരു ജീവിതമുള്ളൂ. എന്റെ സമാധാനം കെടുത്താതിരുന്നാൽ മാത്രമേ നിന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവൂ. അതും മറക്കണ്ട. കാലമെന്ന ഒന്നുണ്ട്, എല്ലാത്തിനും സാക്ഷിയത്. അത് മറക്കാതിരിക്കേണ്ടത് നിങ്ങളാ. അത് നീ എനിക്ക് വിട്ടേക്ക്. എന്തായാലും നിന്റെ ഭാഗത്തു നിന്ന് അബദ്ധങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതി. ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. അതിബുദ്ധിക്കാരിയാ നീ. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം നീ കാണിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.